പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മയുടെ വിനീത അവസ്ഥ, അമ്മയെ ഈശോ പ്രീതി ഇപ്പോൾ ലുക്ക 1:48 അനുസരിച്ചുകൊണ്ട് അമ്മയിൽ ദൈവം സംപ്രീതമാകാൻ കാരണം എന്താണ്? അവിടുന്ന് തന്നെ ദാസിയുടെ വിനീതാവസ്ഥ തെക്കൻ പാർത്തു അല്ലേ? 1:48 പറയണത് അമ്മയുടെ വിനീതാവസ്ഥയാണ്. ഇനി അമ്മയുടെ വിനീതാവസ്ഥയെ ആണ് ദൈവത്തിൻ്റെ പ്രീതി അമ്മയ്ക്ക് ലഭിക്കാൻ ഇടയാക്കിയത്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എന്താ കാര്യം? അമ്മയ്ക്ക് വിനീതാവസ്ഥ എന്ന് പറയണത് എന്താണ്? അമ്മയുടെ വിനീതാവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ CPM-ൻ്റെ എല്ലാ സൈബർ ഇടങ്ങളിലേക്കും AKG സെൻറ്ററിൽ നിന്ന് ഒരു മെസ്സേജ് പോയിട്ടുണ്ട്. നിങ്ങൾ ജനങ്ങളോട് വിനയത്തോടെ പെരുമാറണം, ഷഡ്യം കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൗതികമായ ഒരു പാർട്ടി പോലും അണികളോട് പറയണത് അങ്ങനെയാണ്, നിങ്ങൾ ജനങ്ങളോട് വിനയത്തോടെ പെരുമാറണം, നമ്മുടെ ലക്ഷ്യം വോട്ടാണെന്ന് പച്ചക്ക് പറഞ്ഞിരിക്കുകയാണ്. ജനങ്ങളുടെ വിനയത്തോടെ പെരുമാറണം, നമ്മുടെ ലക്ഷ്യം എന്താണ്? വോട്ടാണ്. അപ്പം ശാഠ്യം കളയണമെന്ന് അർത്ഥം. അപ്പം ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ ഉപയോഗിക്കുന്നത് ആധ്യാത്മികമായ പരിവേഷമുള്ള ചില പദങ്ങളാണ്. അങ്ങനെ ഒരു ആധ്യാത്മിക പരിവേഷമാണോ അമ്മയിലുള്ള വിനീതാവസ്ഥ? അമ്മയുടെ വിനീതാവസ്ഥയുടെ കണ്ടന്റ് എന്താണ്? ഇപ്പം വെള്ളത്തിന് ഒരു കണ്ടന്റ് ഉണ്ട്. എന്താണത്? H2O അല്ലേ? ഹൈഡ്രജൻ്റെ 2 തന്മാത്ര, പിന്നെ ഓക്സിജൻ്റെ 1 തന്മാത്ര. അതാണ് 2 കണ്ടന്റ്, 2 മോളിക്യൂളാണ് അല്ലേ? അതുപോലെ മരിയൻ അഡിയറൻസിൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ വിനയത്തിൻ്റെ കണ്ടന്റ് എന്താണ്? അതാണ് ലുക്ക 1:38. അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ദുശാഠ്യം അവസാനിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ദുശാഠ്യത്തെ എങ്ങനെയാണ്? ദുശാഠ്യമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ബ്ലോക്ക് ചെയ്യണത്. ഇറ്റ്സ് ക്ലിയർ അല്ലേ? ഇനി അതെങ്ങനെയാണ് മോസസ് അതിനെ അതിജീവിച്ചത്? മോസസ് വിനയത്തോടെ പറഞ്ഞ് വി ആർ നോട്ട് ഗോയിങ് വിത്തൗട്ട് യു, നീ വന്നില്ലെങ്കിൽ ഞങ്ങൾ പോണില്ല എന്ന് പറഞ്ഞു. ഇത് അപ്പോൾ മോസസിനോട് ദൈവം പറഞ്ഞു, നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കണമെന്ന് പറഞ്ഞു. ഇറ്റ്സ് ക്ലിയർ. നമ്മൾ പുതിയ നിയമത്തിലേക്ക് അമ്മയിലേക്ക് വരുമ്പോൾ അമ്മ 1:48 നമ്മൾ പറയുന്നു, വിശുദ്ധ ലൂക്കാസ് സുവിശേഷം പറയുന്നു. എന്താ പറയണത്? അവിടെ നിന്ന് ദാസിയുടെ വിനീതാവസ്ഥ തെക്കൻ പാർത്തു. അമ്മയ്ക്ക് ദുശാഠ്യങ്ങളില്ല. ദുശാഠ്യത്തിനെതിരെ വചനം ഉപയോഗിക്കുന്ന വാക്കാണ് വിനീതാവസ്ഥ. അപ്പോൾ വിനയമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ലോകത്തിൻ്റെ വിനയമുണ്ട്. കാര്യം കാണാൻ വേണ്ടി പഞ്ചപുച്ഛമടക്കി ഒച്ചാനത്ത് നിൽക്കുന്നൊരു വിനയമുണ്ട്. അതിനകത്ത് കാപഠ്യമുണ്ട്. കാര്യം കണ്ടു കഴിയുമ്പോൾ അവരവരുടെ വഴി പോകും. അപ്പോഴങ്ങനെ വരുമ്പോൾ മരിയൻ വിനയം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഉദ്ദേശിച്ച ലക്ഷ്യം എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതയാത്രയിൽ കൂടെ കൂട്ടുകയാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ മരിയൻ വിനയം എന്താണ്? മരിയൻ വിനയത്തെക്കുറിച്ച് വിശുദ്ധ ലൂക്ക പറയണത് 1:38. മരിയ വിനയത്തിന് 2 മോളിക്യൂളുണ്ട്. H2O എന്ന് പറഞ്ഞ പോലെ ഒരു വാട്ടറിൻ്റെ ഒരു തന്മാത്രയിൽ 2 ഘടകങ്ങൾ വരുന്നു. എന്തൊക്കെയാണ് വരണത്? ഹൈഡ്രജനും വരുന്നു, ഓക്സിജനും വരുന്നു. ഇതുപോലെ മരിയൻ വിനയത്തിൻ്റെ കണ്ടന്റ് എന്താണ്? അതറിഞ്ഞാൽ പിന്നെ ഈസിയാണ് നമുക്കത്. അതാണ് ലുക്ക 1:38. എന്താ പറയണത്? ലുക്ക 1:38 എന്താ നമ്മൾ വായിക്കണത്? ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ 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 ഇതാ കർത്താവിന്റെ ദാസി, കർത്താവേ അവിടുത്തെ വചനം പോലെ എന്നിൽ അഭിഷേകമായി തീരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ വീശി യേശുവേ ആരാധന, യേശുവേ
യേശുവേ ആരാധന. കർത്താവേ അങ്ങയുടെ ദാസന്റെ മേൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ ആരാധന. അപ്പൊ ലൂക്ക 1:38 മരിയൻ വിനയത്തിൻ്റെ കണ്ടന്റ് ഉള്ളത്. എന്താണ് പറയണത്? ഇതാ കർത്താവിൻ്റെ ദാസി. ഒന്ന് ഫസ്റ്റ് പോയിന്റ്, എ പോയിന്റ്. രണ്ടാമത്തെ എന്താണ്? അങ്ങേ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് രണ്ട് കണ്ടന്റ്. മർക്കട മുഷ്ടിക്ക് എതിരെ വർക്കൗട്ട് ചെയ്യുന്ന മരിയൻ വിനയത്തിൻ്റെ ദൈവസാന്നിധ്യത്തിൻ്റെ ഉറപ്പ് വരുത്തുന്ന രണ്ട് കണ്ടൻ്റാണ് ലൂക്ക 1:38 എന്താണ്? ഒന്നാമത്തെ എന്താണ്? ഇത് കർത്താവിൻ്റെ ദാസി. രണ്ടാമത്തെ എന്താണ്? അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പോൾ വചനത്തിന് സമർപ്പണം. ക്ലിയർ അല്ലേ? കർത്താവിൻ്റെ വചനത്തിന് സമർപ്പണം. ആദ്യത്തെ എന്താണ്? കർത്താവിനോടുള്ള വിനയത്തോടെയുള്ള ദാസ്യത. രണ്ട് കാര്യങ്ങളാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞാൽ അതിനകത്താണ് വിനയമുള്ളത്. ലോകത്തിൻ്റെ ദാസിയല്ല, ആരുടെയും ദാസിയല്ല. ആരുടെ ദാസിയാണ്? കർത്താവിൻ്റെ ദാസി, ദൈവത്തിൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ ദാസി. അപ്പം അതിൻ്റെ ഒരു വിനയമാണ് ഒരു കണ്ടൻറ്റ്. രണ്ടാമത്തെ കണ്ടൻറ്റ് എന്താണ്? അങ്ങയുടെ വചനം പോലെ, ഏറ്റു പറഞ്ഞേ, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. എന്ന് വെച്ചാൽ വചനത്തിന് സമർപ്പണം. അപ്പം വിനയവും സമർപ്പണവുമാണ്. എൻ്റെ ദൈവവേദലെ മരിയൻ ആധ്യാത്മികതയാണ് ഉടമ്പടി പ്രൊമോട്ട് ചെയ്യണത്. പക്ഷേ അത് അതിൻ്റെ ആക്ടിവേഷൻ പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ആക്കിയെടുക്കണം. നമുക്ക് തനിയെ പോകാം, മെറിറ്റിൽ പോകാം. ഇപ്പം നമ്മൾ എഫേസ്യൻസ് 2:8 എന്താ പറയണത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതായത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടെന്ന്. അപ്പോൾ ഒരു വിഷയം നേടണമെങ്കിൽ നമ്മുടെ യോഗ്യത കൊണ്ട് സാധിക്കും. അതാണ് പറയുന്നത്, നിങ്ങൾക്ക് പോകാമല്ലോ തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക്, ബട്ട് ഐ ആം നോട്ട് കമ്മിങ് വിത്ത് യു. രണ്ട് ഘടകം വേണം. ഒരു ഘടകം ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യും. അതുകൊണ്ട് ഈ ഈശ്വര വിശ്വാസികളല്ലെങ്കിലും, ദൈവത്തിന് എതിർത്ത് നിൽക്കുന്നവരാണെങ്കിലും, ഇനി പാപജീവിതം നയിക്കുന്നവരാണെങ്കിലും, വി കൻ അറ്റൈൻ എ ഗോൾ. കൈയിടിച്ച് ഞങ്ങളുടെ ജീവിതാവസ്ഥകളിൽ സമർപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ വീശി ഏത് ജീവിത സാഹചര്യത്തിലും അങ്ങയെ തേടാൻ കഴിയുന്നതിന് നന്ദി പറയുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കുന്ന കർത്താവേ, കർത്താവേ, അങ്ങേപ്പോലെ അഭിഷേകത്താവിന്റെ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ തുല്യം ചെയ്യാൻ അങ്ങയുടെ സാന്നിധ്യം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 സ്തോത്രം.
ഇനി നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം ഇപ്പം നമ്മൾ അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ യാത്രയിൽ നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടി ദുശാഠ്യവും മർക്കടവും മുഷ്ടിയും അവസാനിപ്പിച്ചിട്ട് വിനയവും സമർപ്പണവും കൊണ്ട് ദൈവത്തിൻ്റെ സമൃദ്ധി നേടി ദൈവസാന്നിധ്യം കൂടെ കൂട്ടുന്നതിന് വേണ്ടി അതിനെ പ്രതീകവൽക്കരിച്ചുകൊണ്ട് വെളിപാട് പുസ്തകം പറയും. എന്താ പറയണത്? വെളിപാട് 12:14 എന്താ പറയണത്? സർപ്പത്തിൻ്റെ വായിൽ നിന്ന്, അതായത് ജീവിത പ്രശ്നങ്ങളുടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ജീവിത പ്രശ്നങ്ങൾ? ജോലിയില്ല, വീടില്ല. ഇപ്പം ഇന്നലെ ഒരു സഹോദരി വന്ന് തുമ്പുളിക്കാരിതൊരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാ പ്രശ്നം വെച്ചാൽ ഞങ്ങൾ 8 കൊല്ലം വീടില്ലാണ്ട് അലഞ്ഞു. 8 കൊല്ലം വീടില്ലാതെ എൻ്റെയും ഞാനും കുഞ്ഞുങ്ങളും ഭർത്താവും അലഞ്ഞു. എന്നിട്ട് അവരൊക്കെ സാക്ഷ്യം പറഞ്ഞ് കരഞ്ഞുപോയി. എന്താ കരഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സന്ധ്യയ്ക്ക് പായും തിരത്ത് വരെ വീട്ടിൽ കിടക്കാൻ ചെല്ലുമ്പോഴേ ബന്ധുക്കൾ പോലും അവരെ കയറ്റിയില്ല എന്ന് പറയും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കളുമായിട്ട് നിങ്ങളൊരു വീട്ടിൽ നമുക്ക് ഇടം നഷ്ടപ്പെട്ട് വാടകയൊക്കെ ഇറങ്ങി വിടുമ്പോൾ ഒന്ന് കിടക്കാൻ വേണ്ടി ഒരു വീട്ടിൽ ചെന്നാൽ ആ രാത്രി അവരവിടെ നിങ്ങളെ തള്ളിവിട്ടാൽ എന്ത് ചെയ്യും? എന്നിട്ട് അവിടെ സാക്ഷ്യത്തിൽ 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ ആരും കയറ്റിയില്ല, ഞങ്ങളെ തള്ളിവിട്ടെന്ന്. അത് പറഞ്ഞപ്പോൾ കരഞ്ഞുപോയി. അങ്ങനെ വന്ന് ഞാൻ ഉടമ്പടി ചെയ്തതെന്ന് പറയും. വേറെ ഇല്ല, വേറെ ഒന്നും ചെയ്യാനില്ല. തെരുവിലേക്ക് ബന്ധുക്കൾ ചവിട്ടി ഇറക്കി വിടുമ്പോൾ തെരുവിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥയിൽ ഇവിടെ ആർക്കും അഭയമില്ല. അത് പറഞ്ഞാൽ അങ്ങനെ വന്ന് ഞാൻ ഉടമ്പടി ചെയ്തപ്പോൾ എൻ്റെ അമ്മ എനിക്കൊരു വീട് തന്ന്. അതാണ് സംഭവം. അത് നിങ്ങൾ ആ സാക്ഷ്യം കേൾക്കണം. അവൾ പറയുമ്പോൾ ബിമ്മിപ്പോവും. കാര്യം അവളെ കുഞ്ഞിനെയും കൊണ്ടാവുമെന്ന് പറയണ സാക്ഷ്യം. എന്നിട്ട് പിന്നെ പറയും, ഇന്നലെ എനിക്ക് എൻ്റെ ഭർത്താവ് എന്നെ വിളിച്ചു, എടി ജോലി കിട്ടിയടി, അമ്മയോട് ചെന്ന് നന്ദി പറയണമെന്ന്. എടി ജോലി കിട്ടിയടി, അമ്മയോട് ചെന്ന് നന്ദി പറയണമെന്ന്. എന്താ കാര്യം? അതുകൊണ്ടാണ് അവിടെ നന്ദി പറയാൻ വേണ്ടി. ഒരു മനുഷ്യൻ്റെ ഫേസ് ലിഫ്റ്റ് ചെയ്യണം കണ്ടല്ലേ? ഒരു 0 റെഡ്യൂസ് ഇൻറ്റു 0 മൈനസിൽ നിന്ന് ഒരാളെ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന വരവുണ്ടല്ലേ? ഉടമ്പടിയുടെ പവർ എന്നാണെന്നാണ് വിചാരിക്കണത്. ഉടമ്പടി എന്താ സംഭവിച്ചിരിക്കണത്? ഇപ്പം വീടില്ല, അവർക്ക് ജോലിയുമില്ല, ജീവിത പ്രശ്നമാണ്, സർപ്പമാണ്. സർപ്പത്തിൻ്റെ അതായത് ഇവിടുത്തെ ആധ്യാത്മിക രീതിയിലാണ് എഴുതിയിരിക്കണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ ഭൗതികമായിട്ട് തന്നെ നമ്മൾ ജീവിത പ്രശ്നങ്ങൾ അനുഭവിക്കണത്. ഓക്കെ, ശരിയല്ലേ? കടമായാലും സർപ്പത്തെ പോലെയാണ് ഇരിക്കണത്. ഇപ്പം മാർച്ച് മാസമാകുമ്പോൾ ജപ്തി നടപടിയുടെ കാലമാണ്. ബാങ്ക് മാനേജറിൻ്റെ മുഖത്ത് വെക്കുമ്പോൾ സർപ്പം കൊത്താമെന്ന പോലെ ഇരിക്കും. നമ്മൾ 1 day സെറ്റിൽമെൻറ്റ് ചെല്ലുകയാണേ. പക്ഷേ ബാങ്ക് മാനേജർ നമ്മുടെ മുഖത്ത് നോക്കണത് സർപ്പത്തെ പോലെയാണെന്ന് നോക്കണത്. ഇങ്ങനെ പേടിച്ചു പോകും നമ്മൾ. ശരിക്കും പറഞ്ഞാൽ കൊത്തും, ഇപ്പം വിഷം ഇറക്കുമെന്ന് നമ്മളിവിടെ മൊഹാലസ്യപ്പെട്ട് ഇവിടെ വീഴുമെന്ന് തോന്നിപ്പോൾ ബാങ്കിൻ്റെ അകത്ത്. സർപ്പത്തിന് അതാണ് 12:14 വെളിപാടിൻ്റെ പുസ്തകം എന്താ പറയണത്? സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട്, ഒന്ന് പറഞ്ഞേ, സർപ്പത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകേണ്ടതുപോലെ 2 ചിറകുകള് നൽകപ്പെട്ടു. അപ്പൊ ഈ 2 ചിറകുകള് കിട്ടാനുള്ള ഒരു വിശ്വാസിയുടെ ഒരു അവകാശമുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? ഒരു സ്ഥലത്തേക്ക് നമുക്ക് 2 തരത്തിൽ പോകാം. നടന്നു പോകാം. പട്ടി ഓടിച്ചിട്ട് നമ്മളെന്താ ചെയ്യണത്? നടന്നു പോവുക. എന്നാൽ പിന്നെ പട്ടിയുടെ വായിലിരിക്കും. വെറുതെ ഒരു പണിയും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നടന്നു പോകാം. പക്ഷേ പട്ടിയെ പാമ്പ നമ്മൾ ഓടിച്ചിട്ട് നമ്മളെന്ത് ചെയ്യും? പിടിക്കാൻ വന്നാൽ നമ്മൾ ഓടും. അതിനേക്കാൾ സീരിയസ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സ്പീഡ് വേണ്ടി വരും വിഷയം. അപ്പോൾ ഓടിയാൽ പറ്റത്തില്ല. പിന്നെ എന്താണ്?
ചിറക് വേണം പറന്നു പോകാൻ വേണ്ടി. സമയഘടികാരവുമായാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. സമയത്തിൻ്റെ മേൽ അമ്മയ്ക്ക് അധികാരമുണ്ട്. നിൻ്റെ ജീവിതത്തിൽ നീ സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ യു മസ്റ്റ് ഹാവ് സ്പീഡ്. നിനക്ക് സ്പീഡ് വേണം. കാര്യം പലതിനും ഡേറ്റ് കുറവാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഒന്നും ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ടില്ല. പലതിനും സമയം കുറവാകാം, പക്ഷെ ഒന്നും നിനക്ക് ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ടില്ല. എന്താ കാര്യം എന്നറിയാവോ? ഉടമ്പടി ചെയ്തപ്പോൾ ഒരു ചേട്ടൻ്റെ 54-ാമത്തെ വയസ്സിൽ കല്യാണം നടന്നത്. 50 വയസ്സുള്ള ചേട്ടത്തിനെ കല്യാണം കഴിച്ച്. അപ്പോൾ 54 വയസ്സ് വരെ ജീവിത പങ്കാളിയെ തേടി നടക്കുന്നവർ മിക്കവാറും ഒരു 40 വയസ്സായപ്പോൾ തന്നെ കല്യാണം കഴിക്കുക എന്നുള്ള മോഹമൊക്കെ അങ്ങ് മാറ്റിവെക്കും. അങ്ങനെയല്ല. അഹ്റോൻ്റെ ഈ കൃപാസനമെന്ന് പറയുന്ന ഈ തങ്കപ്പേടകത്തിൽ ദൈവം 3 കാര്യങ്ങൾ വെച്ചതിൽ ഒരു കാര്യം അഹ്റോൻ്റെ ഉണക്ക കമ്പാണ്. അത് അഹ്റോൻ്റെ പൗരോഹിത്യത്തിൻ്റെ കൈവപ്പിൻ്റെ അടയാളമായിട്ട് ഇതിങ്ങനെ തളർത്ത് വരും. നിൻ്റെ ജീവിതത്തിൽ വാങ്ങിവെച്ച മോഹങ്ങൾക്ക് ഉടമ്പടിയിലെ പ്രത്യാശയുടെ തളർപ്പുണ്ടാവും. കൈയിടിച്ച് കർത്താവേ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉടമ്പടിയിൽ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. എല്ലാ നിയോഗങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ ചൈതന്യം നിറയട്ടെ. ചേർന്ന് പാടാം. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അപ്പോൾ നിങ്ങൾക്കും സ്പീഡ് കൂടണ്ടേ? നിങ്ങൾക്കും വേഗത വേണ്ടേ? നിങ്ങൾക്കും ചിറക് വേണ്ടേ? മരിയൻ ചിറകുകൾ വെളിപാട് 12:14 അവൾക്ക് വൻകഴുകൻ്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. മരുഭൂമിയായ തൻ്റെ സങ്കേതത്തിലേക്ക്, അതാണ് ദൈവത്തിൻ്റെ അടുത്തേക്ക്. നമ്മൾക്ക് സ്പീഡ് കൂടുമ്പോൾ നമ്മൾ സഞ്ചരിക്കണം എങ്ങോട്ടാ? ദൈവത്തിൻ്റെ അടുത്തേക്കാണ്. അത് രസകരമായ രീതിയിൽ ഈ നമ്മൾ വെളിപാടിൻ്റെ പുസ്തകമില്ലേ, വെളിപാടല്ല പുറപ്പാടിൻ്റെ പുസ്തകം. ശ്രുതിക്കട്ടെ മക്കളെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് 19:4 ഈജിപ്തുകാരോട് ഞാൻ ചെയ്തത് എന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ദൈവം ചെയ്യുന്നൊരു പരിപാടിയാണ്. എന്താണ്? കഴുകൻ്റെ ചിറകിൽ സംവഹിക്കുക. ഇതെങ്ങോട്ടാണ് പറഞ്ഞത്? സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട തൻ്റെ സങ്കേതമായ മരുഭൂമി എന്ന് പറയണത് ദൈവത്തിൻ്റെ ഈ മരുഭൂമി ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ്. ചില സമയത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം മരുഭൂമി പോലെയായിരിക്കും നമ്മൾ അനുഭവിക്കുന്നത്. ഇത് മരുഭൂമിയാണല്ലോ, ഇവിടെ തണലില്ലല്ലോ, ഞാൻ ഒറ്റക്കാണല്ലോ എന്ന് പറയരുത്. ദ ഗോഡ് ഈസ് വിത്ത് യു. കർത്താവ് മരുഭൂമിയിൽ ഒറ്റക്കല്ലായിരുന്നെന്ന് ഞാൻ പറയുന്നു, നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പോഴും പറയുന്നു. എന്താണ്? മരുഭൂമി തൻ്റെ സങ്കേതമാണ്, അത് കർത്താവിൻ്റെ ഇടമാണ്. നീ സഞ്ചരിക്കുന്ന വഴികളെ രോഗമുണ്ടാകാം, വേദന ഉണ്ടാകാം, ജോലിയില്ലാത്ത അവസ്ഥ ഉണ്ടാകാം, ബട്ട്
നിങ്ങൾ കർത്താവിൻ്റെ കൂടെയാണ്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഏത് ജീവിത സാഹചര്യത്തിലും ഞങ്ങൾ അങ്ങയുടെ കൂടെയാണെന്ന് ബോധ്യം ഞങ്ങൾ പ്രബോധനം നൽകി നന്ദി പറയുന്നു.